അധ്യാത്മരാമായണം പാരായണം 12-ാം ദിവസം. ജടായു സംഗമം. അദ്രിശൃംഗാഭം തത്ര പദ്ധതി മധ്യേ കണ്ടു പത്രിസത്തമനാകും വൃദ്ധനാം ജടായുഷം. എത്രയും വളർന്നൊരു വിസ്മയം പൂണ്ടു രാമൻ ബദ്ധരോഷേണ സുമിത്രാത്മജനോടു ചൊന്നാൻ, രക്ഷസാം പ്രവരനിക്കിടക്കുന്നത് മുനിർഭക്ഷകനിവനെ നീ കണ്ടതില്ലയോ സഖേ. വില്ലിങ്ങു തന്നീടു നീ ഭീതയുമുണ്ടാകുല, കൊല്ലുവനിവനെ ഞാൻ വൈകാതെ ഇനിയിപ്പോൾ. ലക്ഷ്മണൻ തന്നോടിത്തം രാമൻ ചൊന്നതു കേട്ട് പക്ഷിശ്രേഷ്ഠനും ഭയപീഡിതനായി ചൊന്നാൻ, വധ്യനല്ലഹം തവതാതനു ചെറുപ്പത്തിൽ എത്രയും ഇഷ്ടനായ വയസ്യനറിഞ്ഞാലും നിന്തിരുവടിക്കും ഞാനിഷ്ടത്തെ ചെയ്തിടുവൻ, ഹന്തവ്യനല്ല ഭവൽ ഭക്തനാം ജടായു ഞാൻ. എന്നിവ കേട്ട് ബഹുസ്നേഹം ഉൾക്കൊണ്ടു നാഥൻ നന്നായി ആശ്ലേഷം ചെയ്തു നൽകിനാൻ അനുഗ്രഹം. എങ്കിൽ ഞാനിരിപ്പതിനടുത്തു വസിക്ക നീ, സങ്കടമിനി ഒന്നുകൊണ്ടുമേ നിനക്കില്ല. ശങ്കിച്ചേനല്ലോ നിന്നെ ഞാൻ, അതു കഷ്ടം കഷ്ടം കിങ്കരപ്രവരനായി വാഴുക മേലിൽ ഭവാൻ. പഞ്ചവടി പ്രവേശം എന്നരുൾ ചെയ്ത് പൊക്കിയത് പഞ്ചവടി തന്നിലാം മാറു സീതാലക്ഷ്മണ സമേതനായി പർണശാലയും തീർത്തു ലക്ഷ്മണൻ മനോജ്ഞമായി പർണപുഷ്പങ്ങൾ കൊണ്ട് തൽപ്പവുമുണ്ടാക്കിനാൻ. ഉത്തമ ഗംഗാനദിക്കുത്തര തീരെ പുരുഷോത്തമൻ വസിച്ചത് ജാനകീദേവിയോടും. കദളീപന സാമ്രാജ്യ അഖില ഫലവൃക്ഷാവൃതകാനനെ ജനസമ്പാദ വിവർജിതേ നിരുജസ്ഥലേ വിനോദിപ്പിച്ചു ദേവി തന്നെ. ശ്രീരാമൻ അയോധ്യയിൽ വാണതുപോലെ വാണാൻ ഫലമൂലാദികളും ലക്ഷ്മണൻ അനുദിനം ഫലവും കൊണ്ടുവന്നു കൊടുക്കും പ്രീതിയോടെ. രാത്രിയിൽ ഉറങ്ങാതെ ശാപബാണവും ധരിച്ചാസ്തയാ രക്ഷാർത്ഥമായി നിന്നിടും ഭക്തിയോടെ. സീതയെ മധ്യയാക്കി മൂവരും പ്രാതകാലേ ഗൗതമി തന്നിൽ കുളിച്ചർഘ്യവും കഴിച്ചുടൻ പോരുമ്പോൾ സൗമിത്രി പാനീയവും കൊണ്ടുപോരും. വാരം വാരം പ്രീതി പൂണ്ടിങ്ങനെ വാഴും കാലം. ലക്ഷ്മണോപദേശം. ലക്ഷ്മണനൊരു ദിനമേകാന്തേ രാമദേവൻ തൃക്കടൽ കൂപ്പി വിനയാനതനായി ചൊന്നാൻ, മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ ഭക്തനാമടിയനോടജ്ഞാനം നീങ്ങും വണ്ണം. ജ്ഞാനവിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മാനസാനന്ദം വരുമാറരുൾ ചെയ്തീരണം. ആരും നിന്തിരുവടിയൊഴിഞ്ഞില്ലിവയെല്ലാം നേരോടെ ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലേ. ശ്രീരാമനതു കേട്ട് ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരൂഢാനന്ദം അരുൾ ചെയ്തിതു വഴിപോലെ. കേട്ടാലുമെങ്കിലതിഗുഹ്യമാം ഉപദേശം കേട്ടോളം തീർന്നുകൂടും വികൽപ്പഭ്രമമെല്ലാം. മുമ്പിനാൽ മായാസ്വരൂപത്തെ ഞാൻ ചൊല്ലിയിടുവൻ, അമ്പോട് പിന്നെ ജ്ഞാനസാധനം ചൊല്ലാമല്ലോ. വിജ്ഞാനസഹിതമാം ജ്ഞാനവും ചൊൽവൻ, പിന്നെ വിജ്ഞേയം ആത്മസ്വരൂപത്തെയും ചൊല്ലാമെടോ. ജ്ഞേയമായുള്ള പരമാത്മാനമറിയുമ്പോൾ
മായാ സംബന്ധ ഭയമൊക്കെ നീങ്ങിയിടുമല്ലോ. ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയേ മായയാലാകുന്നത് നിർണയമതിനാലേ കായസംബന്ധമാകും സംസാരം ഭവിക്കുന്നു. ഉണ്ടല്ലോ പിന്നെ വിക്ഷേപാവരണങ്ങളെന്ന് രണ്ടു രൂപം മായയ്ക്കെന്നറിക സൗമിത്രേ നീ. എന്നതിൽ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്നത് എന്നറിക അതിസ്ഥൂല സൂക്ഷ്മഭേദങ്ങളോടും ലിംഗാദി ബ്രഹ്മാന്തമാം അവിദ്യാരൂപമതും സംഘാതി ദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും. ജ്ഞാനരൂപിണിയാകും വിദ്യയായത് മറ്റേത് ആനന്ദപ്രാപ്തി ഹേതുഭൂതയെന്നറിഞ്ഞാലും മായാകൽപ്പിതം പരമാത്മനി വിശ്വമെടോ മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്നു തോന്നിക്കുന്നു. രജ്ജുഖണ്ഡത്തിങ്കലെ പന്നകബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കിലേതുമൊന്നില്ലയല്ലോ. മാനവന്മാരാൽ കാണപ്പെട്ടതും കേൾക്കായതും മാനസതാരിങ്കൽ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്നസന്നിഭം വിചാരിക്കലില്ലാതൊന്നല്ലോ. വിഭ്രമം കളഞ്ഞാലും വികൽപ്പമുണ്ടാകേണ്ട. ജന്മസംസാരവൃക്ഷമൂലമായതു ദേഹം, തന്മൂലം പുത്രകളത്രാദി സംബന്ധമെല്ലാം. ദേഹമായതു പഞ്ചഭൂത സഞ്ചയമയം, ദേഹസംബന്ധം മായാവൈഭവം വിചാരിച്ചാൽ ഇന്ദ്രിയദശകവും അഹങ്കാരവും ബുദ്ധി മനസ്സും ചിത്ത മൂലപ്രകൃതി എന്നിതെല്ലാം ഓർത്തുകണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ. ക്ഷേത്രമായത് ദേഹമെന്നുമുണ്ടല്ലോ നാമം. എന്നിവറ്റിങ്കൽ നിന്നു വേറൊന്നു ജീവനതും നിർണയം പരമാത്മാ നിശ്ചലൻ നിരാമയൻ. ജീവാത്മസ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ളുക സൗമിത്രേ നീ. ജീവാത്മാവെന്നും പരമാത്മാവെന്നതും ഓർക്കിൽ കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും ഭേദമേതുമേയില്ല രണ്ടും ഒന്നത്രേ. നൂനം ഭേദമുണ്ടെന്നു പറയുന്നത് അജ്ഞന്മാരല്ലോ. മാനവും ഡംഭം ഹിംസ വക്രത്വം കാമം ക്രോധം മനസ്സേ വെടിഞ്ഞ് സന്തുഷ്ടനായി സദാകാലം അന്യാക്ഷേപാദികളും സഹിച്ച് സമബുദ്ധ്യ മന്യുഭാവവും അകലക്കളഞ്ഞനുദിനം ഭക്തി കൈക്കൊണ്ട് ഗുരുസേവയും ചെയ്ത് നിജ ചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തുകൊണ്ട് നിത്യവും സൽക്കർമ്മങ്ങൾക്കിളക്കം വരുത്താതെ സത്യത്തെ സമാശ്രയിച്ച് ആനന്ദസ്വരൂപനായി മാനസവചനദേഹങ്ങളെ അടക്കി തന്മാനസേ വിഷയസൗഖ്യങ്ങളെ ചിന്തിയാതെ ജനനജരാമരണങ്ങളെ ചിന്തിച്ചുള്ളിൽ അനഹങ്കാരത്വേന സമഭാവനയോടും സർവത്മാവാകുമെങ്കലുറച്ച മനസ്സോടും സർവദാ രാമരാമേത്യമിത ജപത്തോടും പുത്രധാരാർത്ഥാദിഷു നിസ്നേഹത്വം ചെയ്ത് ശക്തിയുമൊന്നിങ്കലും കൂടാതെ നിരന്തരം ഇഷ്ടാനിഷ്ടപ്രാപ്തിക്ക് തുല്യഭാവത്തോട് സന്തുഷ്ടനായി വിവിക്ത ചിത്തസ്ഥലേ വസിക്കേണം. പ്രാകൃതജനങ്ങളുമായി വസിക്കരുതൊട്ടുമേകാന്തേ പരമാത്മജ്ഞാനതൽപരനായി വേദാന്തവാക്യാർത്ഥങ്ങൾ അവലോകനം ചെയ്ത് വൈദിക കർമ്മങ്ങളും ആത്മനി സമർപ്പിച്ചാൽ ജ്ഞാനവും അകതാരിൽ ഉറച്ചു ചമഞ്ഞിടും. മാനസേ വികൽപ്പങ്ങൾ ഏതുമേയുണ്ടാകില്ല. ആത്മാവാകുന്നതെന്തെന്നുണ്ടോ കേൾ, അതുമെങ്കിൽ ആത്മാവല്ലല്ലോ. ദേഹപ്രാണസം ബുദ്ധ്യഹങ്കാരം മാനസാദികളൊന്നും ഇവറ്റിൽ നിന്നുമേലേ. മാനമില്ലാതെ പരമാത്മാവ് താനേ വേറെ. നിൽപ്പിത ചിദാത്മാവ് ശുദ്ധമവ്യക്തം ബുദ്ധം തത്പദാത്മാ ജ്ഞാനിക തൊൽപദാർത്ഥവുമായി ജ്ഞാനം കൊണ്ടെന്നെ വഴിപോലെ കണ്ടറിഞ്ഞിടാം. ജ്ഞാനമാകുന്നതെന്നെ കാട്ടുന്ന വസ്തു തന്നെ. ജ്ഞാനമുണ്ടാകുന്നത് വിജ്ഞാനം കൊണ്ട് തന്നെ. ജ്ഞാനിതെന്ന അറിവിന് സാധനമാകയാലേ
സർവത്ര പരിപൂർണൻ ആത്മാവു ചിദാനന്ദൻ സർവസത്വന്തർഗതന പരിച്ഛേദ്യനല്ലോ. ഏകനദ്വയൻ പരൻ അവ്യയൻ ജഗന്മയൻ യോഗേശൻ അജൻ അഖിലാധാരൻ നിരാധാരൻ നിത്യസത്യജ്ഞാനാദിലക്ഷണൻ ബ്രഹ്മാത്മകൻ ബുദ്ധിപാധികളിൽ വേറിട്ടവൻ മായാമയൻ ജ്ഞാനം കൊണ്ടുപഗമ്യൻ യോഗിനാമേകാത്മനാം ജ്ഞാനം ആചാര്യശാസ്ത്രൗകോപദേശൈക്യജ്ഞാനം ആത്മനോരേവം ജീവപരയോർമൂലവിദ്യ ആത്മനി കാര്യകാരണങ്ങളും കൂടിച്ചേർന്ന് ലയിച്ചിരുമ്പോഴുള്ളൊരവസ്ഥയല്ലോ മുക്തി. ലയത്തോടാശു വേറിട്ടിരിപ്പതാത്മാവന്നേ ജ്ഞാനവിജ്ഞാന വൈരാഗ്യത്തോടു സഹിതമാനന്ദമായിട്ടുള്ള കൈവല്യസ്വരൂപം ഇതുള്ളവണ്ണമേ പറവാനും ഇതറിവാനുമുള്ള നല്ലുണർവുള്ളോരില്ലാരും ജഗത്തിങ്കൽ. മൽഭക്തിയില്ലാത്തവർക്കെത്രയും ദുർലഭം കേൾ മൽഭക്തി കൊണ്ട് തന്നെ കൈവല്യം വരും താനും. നേത്രമുണ്ടെന്നാകിലും കൺമതിനുണ്ടു പണി രാത്രിയിൽ തൻ്റെ പദം ദീപമുണ്ടെന്നാകിലേ നേരുള്ള വഴിയറിഞ്ഞിടാവിധ ഔവണ്ണമേ ശ്രീരാമഭക്തിയുണ്ടെന്നാകിലേ കാണായി വരൂ. ഭക്തനു നന്നായി പ്രകാശിക്കും ആത്മാവനൂനം ഭക്തിക്കു കാരണവും എന്തെന്നു കേട്ടാലും നീ മൽഭക്തന്മാരോടുള്ള നിത്യസംഗമം അതും മൽഭക്തന്മാരെ കനിവോട് സേവിക്കുന്നതും. ഏകാദശ്യാദി വ്രതാനുഷ്ഠാനങ്ങളും പുനരാകുലമെന്നിയെ സാധിച്ചു കൊള്ളുകയുമത പൂജനം വന്ദനം ഭാവനം ദാസ്യം നല്ല ഭോജനം അഗ്നിവിപ്രാണാം കൊടുക്കയുമത മൽകഥാപാഠശ്രവണങ്ങൾ ചെയ്യുകയും മുത മൽഗുണനാമങ്ങളെ കീർത്തിച്ചു കൊള്ളുകയും സന്തതമിത്തമെങ്കിൽ വർത്തിക്കും ജനങ്ങൾക്ക്. ഒരന്തരം വരാതൊരു ഭക്തിയുമുണ്ടായി വരും. ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതില്ല. ഉത്തമോത്തമന്മാരായുള്ളവരവരല്ലോ. ഭക്തിയുക്തന് വിജ്ഞാനജ്ഞാന വൈരാഗ്യങ്ങൾ സദ്യ സംഭവിച്ചീരും എന്നാൽ മുക്തിയും വരും. മുക്തിമാർഗം താവക പ്രശ്നാനുസാരവശാൽ ഉക്തമായതു നിനക്കെന്നാലേ ധരിക്ക നീ. വക്തവ്യമല്ല നൂനമെത്രയും ഗുഹ്യം മമ ഭക്തന്മാർക്കൊഴിഞ്ഞുപദേശിച്ചിടരുതല്ലോ. ഭക്തനെന്നാകിൽ അവൻ ചോദിച്ചില്ലെന്നാകിലും വക്തവ്യം അവനോട് വിശ്വാസം വരികയാൽ ഭക്തിവിശ്വാസ ശ്രദ്ധായുക്തനാം മർത്യനിത് നിത്യമായി പാഠം ചെയ്യിൽ അജ്ഞാനമകന്നുപോം. ഭക്തി സംയുക്തന്മാരാം യോഗീന്ദ്രന്മാർക്കു നൂനം ഹസ്തസംസ്ഥിതയല്ലോ മുക്തിയെന്നറിഞ്ഞാലും. ശൂർപ്പണഖാഗമനം ഇത്തരം സൗമിത്രിയോടരുളി ചെയ്തു. പുനരിത്തിരി നേരം ഇരുന്നീടിനോരനന്തരം ഗൗതമീ തീരെ മഹാകാനനെ പഞ്ചവടി ഭൂതലെ മനോഹരെ സഞ്ചരിച്ചിടുന്നൊരു യാമിനി ചെരി ജനസ്ഥാനവാസിനിയായ കാമരൂപിണി കണ്ടാൽ കാമിനി വിമോഹിനി പങ്കജധ്വജ കുലിശാങ്കുജാങ്കിതങ്ങളായി ഭംഗിതേരിയിടും പാദപാദങ്ങളും അതുനേരം പാദസൗന്ദര്യം കണ്ട് മോഹിതമയാകിയാലേ കൗതുകം ഉൾക്കൊണ്ടു രാമാശ്രമമകം ബുക്കാൾ. ഭാനുമണ്ഡല സഹസ്രജ്വലം രാമനാഥം ഭാനുഗോത്രജം ഭവഭയനാശനം പരം മാനവവീരം മനോമോഹനം മായാമയം മാനസഭവസമം മാധവം മധുഹരം. ജാനകിയോടം കൂടവാണിരുന്നത് കണ്ട് മീനകേതന് ബാണപീഡിതയാളേറ്റം സുന്ദരവേഷത്തോടും മന്ദഹാസവും പൊഴിഞ്ഞിന്ദിരാവരനോട് മന്ദമായുര ചെയ്താൾ. ആരുടോ ഭവാൻ ചൊല്ലിടാരുടെ പുത്രനെന്നും നേരോടെന്തിവിടയ്ക്ക് വരുവാൻ മൂലമെന്നും എന്തൊരു മൂലം ജഡാവൽക്കലാദികളെല്ലാം എന്തിനു ധരിച്ചു താപസവേഷമെന്നും എന്നുടെ പരമാർത്ഥം മുന്നേ ഞാൻ പറഞ്ഞിടാം. നിന്നോട് നീ എന്നോട് പിന്നെ ചോദിക്കുമല്ലോ. രാക്ഷസേശ്വരനായ രാവണഭഗിനി ഞാൻ അഖിയ ശൂർപ്പണക കാമരൂപിണിയല്ലോ. കരദൂഷണ തൃശിരാക്കളാം പ്രാതാക്കന്മാർക്കരികെ ജനസ്ഥാനെ ഞാനിരിപ്പതു സദാ. നിന്നെ ഞാൻ ആരെന്നതും അറിഞ്ഞില്ലതും
പുനരെന്നോട് പരമാർത്ഥം ചൊല്ലണം ദയാനിധേ. സുന്ദരീ കേട്ടുകൊള്ളുക, ഞാൻ അയോധ്യാധിപതി നന്ദനൻ ദാശരഥി രാമൻ എന്നല്ലോ നാമം. എന്നുടെ ഭാര്യ ഇവൾ ജനകാത്മജ സീത, ധന്യേ മൽഭ്രാതാവായ ലക്ഷ്മണനിവനടോ. എന്നാൽ എന്തൊരു കാര്യം നിനക്ക് മനോഹരെ, നിന്നുടെ മനോഗതം ചൊല്ലുക മടിയാതെ. എന്നതു കേട്ട നേരം ചൊല്ലിനാൾ നിശാചരി, എന്നോട് കൂടെ പോന്ന് രമിച്ചു കൊള്ളുകണം നീ. നിന്നെയും പിരിഞ്ഞു പോവാൻ മമ ശക്തി പോരാ, എന്നെ നീ പരിഗ്രഹിച്ചിരണം മടിയാതെ. ജാനകി തന്നെ കടാക്ഷിച്ച് പുഞ്ചിരി കൊണ്ട് മാനവവീരനവലോടരുൾ ചെയ്തിടിനാൻ. ഞാനിക തപോധന വേഷം ധരിച്ചോരോ കാനനം തോറും നടന്നിടുന്നു സദാകാലം. ജാനകിയാകും ഇവൾ എന്നോട് പത്നിയല്ലോ, മനസ്സേ പറ്റൽ വെടിഞ്ഞിടരുതൊന്നുകൊണ്ടും. സാപത്യോദ്ഭവ ദുഃഖം എത്രയും കഷ്ടം കഷ്ടം, താപത്തെ സഹിപ്പതിനാളല്ല നീയുമെടോ. ലക്ഷ്മണൻ മമ ഭ്രാതാസുന്ദരൻ മനോഹരൻ, ലക്ഷ്മി ദേവിക്ക് തന്നെയൊക്കും നീ എല്ലാം കൊണ്ടും. നിങ്ങളിൽ ചേരും ഏറെ നിർണയം മനോഹരേ, സംഘവും നിന്നിലേറ്റം മറ്റിക്കും അവനടോ. മംഗലശീലൻ രൂപനെത്രയും നിനക്കങ്ങു നീ ചെന്ന് പറഞ്ഞിടുക വൈകിടാതെ. എന്നതു കേട്ട നേരം സൗമിത്രി സമീപേ പോയി ചെന്ന് അവൾ അപേക്ഷിച്ചാൽ പറ്റാവാകെന്നു തന്നെ ചെന്നവളോട് ചിരിച്ചവന് മുര ചെയ്തു, എന്നുടെ പരമാറ്റം നിന്നോട് പറഞ്ഞിടാം. മന്നവനായ രാമൻ തന്നുടെ ദാസൻ ഞാനോ ധന്യേ, നീ ദാസിയാവാൻ തക്കവളല്ലയല്ലോ. ചെന്നു നീ ചൊല്ലിയിട അഖിലേശ്വരനായ രാമൻ തന്നോട് തവ കുലശീലാചാരങ്ങളെല്ലാം. എന്നാലും നേരം തന്നെ കൈക്കൊള്ളുമല്ലോ രാമൻ നിന്നെ എന്നതു കേട്ടു രാവണ സഹോദരി പിന്നെയും രഘുകുലനായകനോട് ചൊന്നാൾ, എന്നെ നീ പരിഗ്രഹിച്ചിരുക നല്ലു, നിനക്കൊന്നുകൊണ്ടും ഏതൊരു സങ്കടമുണ്ടായി വരാ. മന്നവാ ഗിരിവനഗ്രാമദേശങ്ങളോറും എന്നോടുകൂടെ നടന്നോരോ ഭോഗമെല്ലാം അന്യോന്യം ചേർന്ന് പുജിക്കായി വരുമനാരഥം. ഇത്തരം അവളുര ചെയ്തത് കേട്ട നേരം ഉത്തരമരുൾ ചെയ്തു രാഘവൻ തിരുവടി. ഒരുത്തനായാൽ അവൻ അരികെ ശുശ്രൂഷിപ്പാൻ ഒരുത്തി വേണം, അതിനിവളുണ്ട് എനിക്കിപ്പോൾ ഒരുത്തി വേണം. അവൻ അതിനാരെന്ന് തിരഞ്ഞിരിക്കും നേരം ഇപ്പോൾ നിന്നെയും കണ്ടുകിട്ടി. വരുത്തും ദൈവം ഒന്ന് കൊതിച്ചാലിനി നിന്നെ വരിച്ചു കൊള്ളും, അവനില്ല സംശയമേതും. തിരിക്കുന്നിനിക്കാലം കളഞ്ഞിടാതെ ചൊല്ലുക, കരത്തെ ഗ്രഹിച്ചിരുക കടുക്കെന്നവനടോ. രാഘവവാക്യം കേട്ടു രാവണ സഹോദരി വ്യാകുല ചേതസ്സുടും ലക്ഷ്മണാന്തികെ വേഗാൽ ചെന്നു നിന്നപേക്ഷിച്ച നേരത്തെ കുമാരനും എന്നോടിത്തരം പറഞ്ഞിടല്ല വെറുതെ. നീ നിന്നില്ലേതും ഒരു കാംക്ഷയെന്നറിഞ്ഞാലും നീ മന്നവനായ രാമൻ തന്നോട് പറഞ്ഞാലും. പിന്നെയും അത് കേട്ടു രാഘവ സമീപേ പോയി ചെന്നു നിന്നപേക്ഷിച്ചാളാശയാ പലതരം. കാമവും ആശാഭംഗം കൊണ്ട് കോപവും അതിപ്രേമവും ആലസ്യവും കൊണ്ടു രാക്ഷസിയപ്പോൾ മായാരൂപവും പട്ടഞ്ജനശൈലം പോലെ കായാകാരവും ഘോരദംഷ്ട്രയും കൈക്കൊണ്ടേറ്റം കാമ്പമൽ കൊണ്ട് സീതാദേവിയോരെടുത്തപ്പോൾ സംഭ്രമത്തോട് രാമൻ്റെ അടുത്ത് നിർത്തിയുന്നേരം ബാലകൻ കണ്ട് ശിഖരം കുതിച്ചു ചാടി വന്നു വാളുറിയോരിക്കാതും മുലയും മൂക്കുമെല്ലാം ഛേദിച്ച നേരം അവൾ അലറി മുറയിട്ട് നാദത്തെക്കൊണ്ട് ലോകവുമൊക്കെ മാറ്റൊലിക്കൊണ്ട് നീലപർവ്വതത്തിൻ്റെ മുകളിൽ നിന്നു ചാടി. 4-5 വഴി വരുമൊരു അരുവിയാറുപോലെ ചോരയുമൊലിപ്പിച്ചു കാളരാത്രിയെപ്പോലെ കോരയാം നിശാചരി വേഗത്തിൽ നടകൊണ്ടാൾ. രാവണൻ തൻ്റെ വരവുണ്ടിനിപ്പോൾ എന്ന് ദേവദേവേനും അരുൾ ചെയ്തിരുന്നരുളിനാൻ. ഖരവധം. രാക്ഷസപ്രവരനായിടിന ഖരൻ മുമ്പിൽ പക്ഷമറ്റവനിൽ പർവ്വതം വീണ പോലെ രോദനം ചെയ്ത് മുമ്പിൽ പതനം ചെയ്തു നിജ സോദരി തന്നെ നോക്കി ചൊല്ലിനാനാശുകരൻ. മൃത്യുതൻ വക്രത്തിങ്കൽ സത്വരം പ്രവേശിച്ചത് അത്ര ചൊല്ലാരെന്നെന്നോടെത്രയും മിരയെ നീ വീർത്തു വീർത്തേറ്റം വിറച്ചലറി സഗദ്ഗതമാർത്തി പൂണ്ടോർത്തു ഭീത്യാ ചൊല്ലിനാളവളപ്പോൾ. മർത്യന്മാർ ദശരപുത്രന്മാരിരുവരും ഉണ്ട്, ഉത്തമ ഗുണവാന്മാരെത്രയും പ്രസിദ്ധന്മാർ. രാമലക്ഷ്മണന്മാരെന്നവർക്കു നാമം, ഒരു കാമിനിയുണ്ട് കൂടെ സീതയെന്നവൾക്കു പേർ. അഗ്രജൻ നിയോഗത്താൽ ഉഗ്രം രാമവ്രജൻ ഖഡ്ഗേന
ഛേദിച്ചത് മൽക്കുജാതികളെല്ലാം. സൂര്യനായിടും നീ ഇന്നവരെ കൊല ചെയ്ത് ചോര നൽകുക. ദാഹം തീരുമാറെനിക്കിപ്പോൾ. പച്ചമാംസവും തിന്നു രക്തവും പാനം ചെയ്കലിച്ചവൻ നേടും മമ നിശ്ചയമറിഞ്ഞാലും. എന്നിവ കേട്ടു ഖരൻ കോപത്തോടുര ചെയ്താൻ. ദുർനയമേറെയുള്ള മാനുഷാധമന്മാരെ കൊന്ന് മൽഭഗനിക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം എന്നതിനാശ 14 പേർ പോക നിങ്ങൾ. നീ കൂടെ ചെന്നു കട്ടിക്കൊടുത്തിയിടെന്നാൽ ഇവരാകൂതം വരുത്തിയിടും നിനക്കു മടിയാതെ എന്നവളോട് പറഞ്ഞയച്ചാൻ ഖരൻ. ഏറ്റമുന്നതന്മാരാം 14 രക്ഷസരെയും ശൂലമുദ്ഗരമുസലാദിച്ചാപേഷു പിണ്ടിപാലാദി പലവിധമായുധങ്ങളുമായി ക്രൂരന്മാരാട്ടു വിളിച്ചുദ്ധതന്മാരായി ചെന്ന് യുദ്ധസന്നദ്ധന്മാരായി എടുത്താരതു നേരം. ബദ്ധവൈരേണ 14 ഒരുമിച്ച് ശസ്ത്രൗഘം പ്രയോഗിച്ചാർ ചുറ്റും നിന്നൊരിക്കലേ. മിത്രഗോത്രോത്ഭൂതനാമുത്തമൊത്തമൻ രാമൻ ശത്രുക്കളയച്ചോരു ശസ്ത്രൗഘം വരും നേരം പ്രത്യേകം ഓരോ ശരം കൊണ്ട് അവ ഖണ്ഡിച്ചുടൻ പ്രത്യസ്ത്രിജനത്തെയും വധിച്ചാൻ ഓരോന്നിനാൽ. ശൂർപ്പണഖയതു കണ്ട് പേടിച്ചു മണ്ടി ബാഷ്പവും തൂകി ഖരൻ മുമ്പിൽ വീണലറിനാൾ. എങ്ങു പൊയ്ക്കളഞ്ഞത് നിന്നോട് കൂടെ പറക ഇങ്ങു വന്നവർ 14 ചൊല്ലി. അങ്ങു ചെന്നേറ്റ നേരം രാമസായങ്ങൾ കൊണ്ട് ഇങ്ങിനി വരാതെ വണ്ണം പോയാർ തെക്കോട്ടവർ എന്ന് ശൂർപ്പണഖയും ചൊല്ലിനാൾ. അതു കേട്ട് വന്ന കോപത്താൽ ഖരം ചൊല്ലിനാനതു നേരം. പോരിക നിശാചർ 14,000 പോരിന് ദൂഷണനും അനുജൻ തൃശിരസ്സും. ഘോരനാം ഖരനേവം ചൊന്നതു കേട്ട നേരം സൂര്യനാം തൃശിരസ്സും പടയും പുറപ്പെട്ടു. വീരനാം ദൂഷണനും ഖരനും നടകൊണ്ടത് ധീരതയോട് യുദ്ധം ചെയ്വതിനൊഴറ്റോടെ. രാക്ഷസപ്പടയുടെ രൂക്ഷമാം കോലാഹലം കേൾക്കായ നേരം രാമൻ ലക്ഷ്മണനോട് ചൊന്നാൻ. ബ്രഹ്മാണ്ഡം നടുങ്ങുമാർ എന്തൊരു ഘോഷമിത്, നമ്മോട് യുദ്ധത്തിന് വരുന്നു രക്ഷോപരം. ഘോരമായിരിപ്പൊരു യുദ്ധവും ഉണ്ടാം ഇപ്പോൾ, ധീരതയോടും അത്ര നീയൊരു കാര്യം വേണം. മൈഥിലി തന്നെ ഒരു ഗുഹയിലാക്കിക്കൊണ്ട് ഭീതി കൂടാതെ പരിപാലിക്ക വേണം ഭവൻ. ഞാനൊരുത്തനെ പോരും ഇവരെയൊക്കെ കൊൽവൻ മാനസേ നിനക്ക് സന്ദേഹമുണ്ടായിടല. മറ്റൊന്നും ചൊല്ലുന്നില്ലെന്നെന്നെയാണ് ഈ വിട്ട് കറ്റുവാർ കുഴലി രക്ഷിച്ചു കൊള്ളേണം നീ. ലക്ഷ്മി ദേവിയെയും കൊണ്ടങ്ങനെ തന്നെയെന്ന് ലക്ഷ്മണൻ തൊഴുതുപോയി ഗഹ്വരമകം ബുക്കാൻ. ചാപബാണങ്ങളേതുമെടുത്ത് പരികരമാഭോഗാനന്ദമുറപ്പിച്ചു സന്നദ്ധനായി നിൽക്കും നേരം ആർത്ത് വിളിച്ചു നക്തഞ്ചരരൊക്കെ വന്നൊരുമിച്ചു ശസ്ത്രൗഘം പ്രയോഗിച്ചാർ. വൃക്ഷങ്ങൾ പാഷാണങ്ങൾ എന്നിവ കൊണ്ടുമേറ്റം പ്രക്ഷേപിച്ചത് വേഗാൽ പുഷ്കര നേത്രന്മേൽ. തൽക്ഷണം അവൾ എല്ലാം ഏത് ഖണ്ഡിച്ചു രാമൻ രക്ഷാവീരന്മാരെയും സായകാവലി തൂകി നിഗ്രഹിച്ചത് നിശിതാഗ്രബാണങ്ങളുടെ അഗ്രേ വന്നെടുത്തൊരു രാക്ഷസപ്പടയെല്ലാം. ഉഗ്രനാം സേനാവതിഭൂഷണൻ അതു നേരം ഉഗ്രസന്നിഭനായ രാമനോടടുത്തിത് തൂകിനാൻ ബാണഗണം. അവറ്റെ രഘുവരൻ വേഗേന ശരങ്ങളാലൻ മണിപ്രായമാക്കി 4 ബാണങ്ങളേത് തുരകം 4 കാലവിസ്മരി പേർത്ത് സാരഥിയോടുകൂടെ ചാപവും മുറിച്ചു തൽക്കേതവും കളഞ്ഞപ്പോൾ കോപേന തേരിൽ നിന്നു ഭൂമിയിൽ ചാടി വീണാൻ. പിൽപ്പാടു ശതഭാരായ നിർമ്മിതമായ കെൽപ്പേറും പരികവും ധരിച്ചു വന്നാനവൻ. തൽബാഹു തന്നെ ഛേദിച്ചിടിനാൻ ദാശരഥി തൽപരികത്താൽ പ്രഹരിച്ചത് സീതാപതി. മസ്തകം പിളർന്നവൻ ഉർവിയിൽ വീണ് സമവർത്തിപത്തനം പ്രവേശിച്ചത് ദൂഷണൻ വീണ നേരം വീരനാം തൃശിരസ്സും രോഷേണ 3 ശരം കൊണ്ടു രാമനെ എയ്താൻ. 3 ഖണ്ഡിച്ച് രാമൻ 3 ബാണങ്ങളെയ്താൻ. 3 ഏതുടൻ മുറിച്ചിടിനൻ തൃശിരസ്സും. 100 ബാണങ്ങളെയ്താൻ അന്നേരം ദാശരഥി 100 ഖണ്ഡിച്ച 1000 ബാണമെയ്താൻ. അവയും മുറിച്ചവൻ 1000 ബാണമെല്ലാം അവനീപതി വീരനവയും നോക്കിനാൻ. അർത്ഥചന്ദ്രാകാരമായിരിപ്പോരമ്പുതന്നാൽ ഉത്തമാംഗങ്ങൾ 3 മുറിച്ച് പന്താടിനാൻ. അന്നേരം ഖരനാദിത്യാപതേരിയിടും രഥം തന്നിലാം മാറുകരയേറി ഞാണലിയിട്ട് വന്നു രാഘവനോട് ബാണങ്ങൾ തൂകിയിരുന്നാൻ. ഒന്നിനൊന്നേത് മുറിച്ചിരിനാൻ അവയെല്ലാം. രാമബാണങ്ങൾ കൊണ്ടും ഖരബാണങ്ങൾ കൊണ്ടും ഭൂമിയും ആകാശവും കാണരുതാതെയായി
നിഷ്ഠുരതരമായ രാഘവശരാസനം പൊട്ടിച്ചാൻ മുഷ്ടിദേശേ ബാണമേതാശുഖരൻ. ചട്ടിയും നുറുക്കിനാൻ ദേഹവും ശരങ്ങൾ കൊണ്ടൊട്ടൊഴിയാതെ വിരൽ നീടിനാനത് നേരം. താപസദേവാദികളായുള്ള സാധുക്കളും തപമോടയ്യോ കഷ്ടം കഷ്ടമെന്നുര ചെയ്താൻ. ജയ്പൂതാക രാമൻ ജയ്പൂതാക എന്ന് ഭയത്തോടമരനും താപസന്മാരും ചൊന്നാൻ. തൽക്കാലേ കുംഭോത്ഭവൻ തന്നുടെ കയ്യിൽ നിന്നും ശുക്രനാൽ നിക്ഷിപ്തമായിരുന്ന ശരാസനം തൃക്കയിൽ കാണായി വന്നതിത്രയും ചിത്രം ചിത്രം. മുഖ്യ വൈഷ്ണവശാപം കൈക്കൊണ്ട് നിൽക്കുന്നേരം ദിക്കുകളൊക്കെ നിറഞ്ഞൊരു വൈഷ്ണവ തേജസ് ഉൾക്കൊണ്ട് കാണായി വന്നു രാമചന്ദ്രനെ. അപ്പോൾ ഖണ്ഡിച്ചാൻ കരരുടെ ശാപവും കവചവും കൊണ്ടലഹാരാതി കിരീടങ്ങളും അരക്ഷണാൽ സൂതനെ കൊന്ന തുരകങ്ങളും തേരും പഠിച്ചാതിനായകനെടുത്തിയിട നേരത്തിങ്കൽ മറ്റൊരു തേരിൽ കരയേറിനാനാശുഖരൻ തെറ്റെന്ന് പഠിച്ചത് രാഘവൻ. അതും അപ്പോൾ പിന്നെയും ഗതയുമായി എടുത്താനാശുഖരൻ ഭിന്നനാക്കിനാൻ വിശുഖങ്ങളാൽ. അതും രാമൻ ഏറിയ കോപത്തോടെ പിന്നെ മറ്റൊരു തേരിലേറി വന്ന അസ്ത്രപ്രയോഗം തുടങ്ങിനാൻ ഖരൻ. ഘോരമാമഗ്നേയസ്ത്രമെയ്തത് രഘുവരൻ വാരുണാസ്ത്രേന തരുത്തിടിനൻ ജിതശ്രമം. പിന്നെ കൗബേർ അസ്ത്രം ചെയ്ത് ഇന്ദ്രാസ്ത്രം കൊണ്ട് മന്നവൻ തടുത്തത് കൊണ്ട് രാക്ഷസവീരൻ നൈരുതമസ്ത്രം പ്രയോഗിച്ചത്. യാമ്യാസ്ത്രേണ വീരനാം രഘുപതി തടുത്തു കളഞ്ഞപ്പോൾ വായവ്യമയച്ചതും ഐന്ദ്രാസ്ത്രം കൊണ്ട് ജഗന്നായകൻ തടുത്തത് കൊണ്ട് രാക്ഷസവീരൻ ഗന്ധർവമയച്ചത് ലൗകികമസ്ത്രം കൊണ്ട് ശാന്തമായത് കണ്ട് ഖരനും കോപത്തോടെ ആസുരമസ്ത്രം പ്രയോഗിച്ചത് കണ്ട് രാമൻ ആസുരമായ ദൈവാസ്ത്രം കൊണ്ട് തടുക്കയാൽ തീഷ്ണമാമേഷീകാസ്ത്രമെയ്തത് രഘുപതി വൈഷ്ണവാസ്ത്രേണ കളഞ്ഞാശു മുന്നമ്പു തന്നൽ. സാരഥി തന്നെ കൊന്ന തുരകങ്ങളെ കൊന്നു തേരുമെപ്പേടും പൊടിപ്പെടുത്തു കളഞ്ഞപ്പോൾ യാതുതാനാധിപതി ശൂലവും കൈക്കൊണ്ട് അതിക്രോധേന രഘുവരനോടടുത്തിയിടുന്നേരം ഇന്ദ്രദൈവതമത്രമയച്ചോരളവ് ചെന്ന് ഇന്ദ്രാരിതരയിലെത്തിയിടിനാൻ ജഗന്നാഥൻ. വീണിത് ലങ്കാ നഗരോത്തരദ്വാരെ തലപോ തൂണിപൊക്കിയത് വന്നു ബാണവും അത് നേരം കണ്ടു രാക്ഷസരെല്ലാവരും. ആരുടെ തലയെന്ന് കുണ്ടഭാവേന നിന്നു സംശയം തുടങ്ങിനാർ. ഖരദൂഷണ തൃശിരക്കളം നിശാചരരേവരും 14,000 മരിച്ചത് നാഴിക 3.25 കൊണ്ടു രാഘവൻ തന്നാൽ ഊഴിയിൽ വീണാളല്ലോ. രാവണഭഗിനിയും മരിച്ച നിശാചരർ 14,000 ധരിച്ചേനല്ലോ. ദിവ്യ വിഗ്രഹം അതുനേരം ജ്ഞാനം ലഭിച്ചത് രഘുനാഥൻ പൊക്കൽ നിന്ന്. മാനസേവനരവരെ രവരും അതുനേരം രാമനെ പ്രദക്ഷിണം ചെയ്തിട്ട് നമസ്കരിച്ച മോദം കൊണ്ട് കുപ്പിസ്തുതിച്ചാൻ പലതരം. നമസ്തേ പാദാംബുജം രാമലോകാഭിരാമ സമസ്തപാപകാരം സേവകാഭീഷ്ടപ്രദം സമസ്തേശ്വരദയാ വാരിതേ രഘുപതേ രമിച്ചിരണം ചിത്തം ഭവതി രമാപദേ. ത്വൽപദാംബുജം നിത്യം ധ്യാനിച്ചു മുനിജനം ഉത്ഭവമരണ ദുഃഖങ്ങളെ കളയുന്നു. മുൽപ്പാട് മഹേശനെ തപസ്സു ചെയ്തു സന്തോഷിപ്പിച്ചു ഞങ്ങൾ മുമ്പിൽ പ്രത്യക്ഷനായ നേരം. ഭേദവിഭ്രമം തെറ്റു സംസാര വൃക്ഷമൂലഛേദന കൂഠാരമായി ഭവിക്ക് ഭവാനിധി പ്രാർത്ഥിച്ചു ഞങ്ങൾ മഹാദേവനോടതുമൂലം. ഓർത്തരുൾ ചെയ്ത് പരമേശ്വരൻ അതു നേരം യാമിനീചരന്മാരായി ജനിക്ക നിങ്ങളിനി രാമനായി അവതരിച്ചിടുവൻ ജ്ഞാനം ഭൂമോ. രാക്ഷസദേഹന്മാരം നിങ്ങളെ ഛേദിച്ചെന്ന് മോക്ഷവും തന്നീടും അവനില്ല സംശയമേതും എന്നരുൾ ചെയ്ത് പരമേശ്വരൻ അതുമൂലം നിർണയം. മഹാദേവനായതും രഘുപതി ജ്ഞാനോപദേശം ചെയ്ത് മറ്റവും തന്നീരണം. ആനന്ദസ്വരൂപനാം നിന്തിരുപടിനാഥ. എന്നവരപേക്ഷിച്ച നേരത്ത് രഘുവരൻ മന്ദഹാസവും കൊണ്ട് സാനന്ദമരുൾ ചെയ്തു. വിഗ്രഹേന്ദ്രിയമന പ്രാണാഹങ്കാരാദികൾക്കൊക്കവേ സാക്ഷിഭൂതനായത് പരമാത്മാ. ജാഗ്രൽ സ്വപ്ന ആഖ്യാദ്യവസ്ഥാഭേദങ്ങൾക്കും മീതേ സാക്ഷിയാം പരബ്രഹ്മം സച്ചിദാനന്ദമേകം. ബാല്യകൗമാരാദികളാഗമാപായികളാം കല്യാദിഭേദങ്ങൾക്കും സാക്ഷിയായി മീതേ നിൽക്കും പരമാത്മാവ്. പരബ്രഹ്മം ആനന്ദാത്മകം പരമം ധ്യാനിക്കുമ്പോൾ കൈവല്യം വന്നുകൂടും.
ഈ വണ്ണം ഉപദേശം ചെയ്ത് മോക്ഷവും നൽകി ദേവദേവേശൻ ജഗൽക്കാരണൻ ദാശരഥി രാഘവൻ 3.25 നാഴി കൊണ്ട് കൊന്നാൻ. വേഗന 14 സഹസ്രം രക്ഷോബലം സൗമിത്ര സീതാദേവി തന്നോടും കൂടെ വന്ന് രാമചന്ദ്രനെ വീണ് നമസ്കാരവും ചെയ്താൻ. ശസ്ത്രക നികൃത്തമാം ഭദ്രവിഗ്രഹം കണ്ട് മുക്തബാഷ്പോദം വിദേഹാത്മജ മന്ദം മന്ദം തൃക്കൈകൾ കൊണ്ട് തലോടി പൊറിപ്പിച്ചിടിനാൻ. ഒക്കവേ പുണ്ണുമതിൻ പൂടവും വായിച്ചിടിനാൾ. രക്ഷാവീരന്മാർ വീണ് കിടക്കുന്നത് കണ്ട് ലക്ഷ്മണൻ നിജ വിസ്മയം തേടിയിടിനാൾ. രാവണൻ തൻ്റെ വരവുണ്ട് ഇനിയിപ്പോൾ എന്ന് ദേവദേവനുമരുൾ ചെയ്തിരുന്നരുളിനാൻ. പിന്നെ ലക്ഷ്മണൻ തന്നെ വൈകാതെ നിയോഗിച്ചാൻ. ചെന്നു നീ മുനിവരന്മാരോട് ചൊല്ലിയിരണം. യുദ്ധം ചെയ്തതും കരദൂഷണ തൃശിരാക്കൾ സിദ്ധിയെ പ്രാപിച്ചതും 14,000 താപസന്മാരോട് അറിയിച്ചു നീ വരികെന്ന് പാപനാശനൻ അരുൾ ചെയ്തയച്ചൊരു ശേഷം സുമിത്രാപുത്രൻ തപോധനന്മാരോട് ചൊന്നാൻ. അമിത്രാന്തകൻ ഖരൻ മരിച്ച വൃത്താന്തങ്ങൾ ക്രമത്താൽ ഇനി കാലം വൈകാതെ ഒടുക്കിയിടും. അമത്യവൈരികളെ എന്നുറച്ചു മുനിജനം പലരും കൂടെ നിരൂപിച്ചു നിർമ്മിച്ചിടിനാൻ. പലരാശികൾ മായതെട്ടായുവാൻ 3 പേർക്കും അങ്കുലീയവും ചൂടാരത്നവും കവചവും അങ്കേ ചേർത്തിടുവാനായി കൊടുത്തു വിട്ടിടിനാർ. ലക്ഷ്മണൻ അവ 3 കൊണ്ടുവന്നാശു രാമൻ തൃക്കൽക്കൽ വെച്ച് തൊഴുതിടിനാൻ ഭക്തിയോടെ. അങ്കുലീയമെടുത്തമ്പുജ വിലോചനൻ അങ്കുലത്തിന്മേലിട്ടു ചൂടാരത്നവും പിന്നെ മൈതിരിതനിക്ക് നൽകിയിടിനാൻ. കവചവും പ്രാതാവുതനിക്ക് അണിഞ്ഞിടുവാനരുളിനാൻ. ശൂർപ്പണഖ വിലാപം. രാവണ ഭഗിനിയും രോദനം ചെയ്തു പിന്നെ രാവണനോട് പറഞ്ഞിടുവാൻ നടകൊണ്ടാൾ. സാക്ഷാൽ അഞ്ജനശൈലം പോലെ ശൂർപ്പണഖയും രാക്ഷസരാജൻ മുമ്പിൽ വീണുടൻ മുറയിട്ടാൾ. മുലയും മൂക്കും കാതും കൂടാതെ ചോരയും അലരും ഭഗിനിയോടവനൊരു ചെയ്താൻ. എന്തിതു വത്സേ ചൊല്ലിയിടെന്നോട് പരമാർത്ഥം ബന്ധമുണ്ടായതെന്തു വൈരുപ്യം വന്നിടുവാൻ. ശക്രനോ കൃതന്താനോ പാശിയോ കുബേരനോ ദുഷ്കൃതം ചെയ്തത് അവൻ തന്നെ ഞാൻ ഒടുക്കുവൻ. സത്യം ചൊല്ലുന്ന നേരം അവള് മുര ചെയ്താൾ എത്രയും മൂടൻ ഭവാൻ പ്രമത്തൻ പാനസക്തൻ. സ്ത്രീജിതൻ അതിശട്ടൻ എന്തറിഞ്ഞിരിക്കുന്നു രാജാവൻ എന്തുകൊണ്ട് ചൊല്ലുന്നു നിന്നെ വൃത. ചാരചക്ഷുസും വിചാരവും ഇല്ലേതും നിത്യം നാരീസേവയും ചെയ്ത് കിടന്നീടല്ല ഇപ്പോഴും കേട്ടതില്ലയോ. ഖരദൂഷണ തൃശിരാക്കൾ കൂട്ടമേ 14,000 മുടിഞ്ഞതും. പ്രഹരാർത്ഥേന രാമൻ വേഗേന ബാണഗണം പ്രഹരിച്ചൊടുക്കിനാരെന്തൊരു കഷ്ടമോർത്തൽ എന്നത് കേട്ട് ചോദിച്ചിടിനാൻ ദശാനൻ. എന്നോട് ചൊല്ലിയിടേവൻ രാമനാകുന്നതെന്നും എന്തൊരു മൂലവൻ കൊല്ലുവാനെന്നും. എന്നാൽ അന്തകൻ തനിക്ക് നൽകിയിടുവൻ അവനെ ഞാൻ. സോദരി ചെന്നാൽ അത് കേട്ട് രാവണനോട് യാതുതാനാധിപതി കേട്ടാലും പരമാറ്റം. ഞാൻ ഒരു ദിനം ജനസ്ഥാനദേശത്തിങ്കൽ നിന്ന് ആനന്ദം കൊണ്ടു താനെ വധിച്ചിടും കാലം. കാനനത്തൂടെ ചെന്ന് ഗൗതമീതരം ബുക്കേൻ. സാനന്ദം പഞ്ചവടി കൊണ്ട് ഞാൻ നിൽക്കുന്നേരം ആശ്രമത്തിങ്കൽ തത്ര രാമനെ കണ്ടേൻ. ജഗദാശ്രയഭൂതൻ ജഡാവൽക്കലം പുണ്ട് ശാപബാണങ്ങളോടും എത്രയും തേജസ്സോടും. താപസവേഷത്തോടും ധർമ്മധാരങ്ങളോടും സോദരനായിടുന്ന ലക്ഷ്മണനോടും കൂടി സാധനമിരിക്കുമ്പോഴടുത്ത് നിന്നു ഞാനും ശ്രീരാമോത്സംഗേ വാഴും ഭാമിനി തന്നെ കണ്ടാൽ നാരികളവണ്ണം മറ്റില്ലല്ലോ ജഗത്തിങ്കൽ. ദേവഗന്ധർവ നാഗമനുഷ്യ നാരിമാരിലേപം കാൺമാനുമില്ല കൽപ്പാനുമില്ല നൂനം. ഇന്ദിരാദേവിദാനം ഗൗരിയും വാണിമാതും ഇന്ദ്രാണിദാനും മറ്റുള്ള അപ്സര സ്ത്രീ വർഗവും നാനം മുന്നൊളിച്ചിരുമോളെ വഴിപോലെ കാണുമ്പോൾ അനങ്കനും ദേവതയവളല്ലോ. തൽപതിയാകും പുരുഷൻ ജഗൽപതി എന്ന് കൽപ്പിക്കാൻ വികല്പമില്ലൽപ്പവും ഇതിനിപ്പോൾ. തൽപത്നിയാക്കിയിടുവാൻ തക്കവളവളെന്ന് കൽപ്പിച്ചു കൊണ്ടിങ്ങ് പോന്നിടുവാനൊരുമ്പെട്ടൻ. മൽക്കുചാനാസകർണച്ഛേദനം ചെയ്താനപ്പോൾ ലക്ഷ്മണൻ കോപത്തോടെ രാഘവ നിയോഗത്താൽ വൃത്താന്തം കരനോട് ചെന്നു ഞാൻ അറിയിച്ചേൻ. യുദ്ധറ്റം നക്തഞ്ചരാനീകിനിയോടും അവൻ രോഷവേഗേന ചെന്ന് രാമനോടേറ്റ നേരം. നാഴിക 3.25 കൊണ്ടവനൊടുക്കിനാൻ. ഭസ്മമാക്കിയിടും പിണങ്ങിയിടുകിൽ വിശ്വം ക്ഷണാൽ വിസ്മയം രാമനുടെ വിക്രമം വിചാരിച്ചാൽ. കന്നൽ നേർമിഴിയാളാം ജാനകീ ദേവി ഇപ്പോൾ നിന്നുടെ ഭാര്യയാകിൽ ജന്മസാഫല്യം വരും. ഉത്സകാശത്തിങ്കലാക്കിയിടുവാൻ തക്കവണ്ണം
ഉത്സാഹം ചെയ്തിടുകിൽ എത്രയും നന്നു ഭവാൻ. തൽസാമർത്ഥ്യമെല്ലാം ഭസ്മാക്ഷിയാകും അവൾ ഉത്സംഗെ വസിക്കൊണ്ടാകുന്നു ദേവാരാധേ. രാമനോടറ്റൽ നിൽപ്പൻ നിനക്കു ശക്തി പോരാ, കാമവൈരിക്കും നേരെ നിൽക്കരുത് എതിർക്കുമ്പോൾ. മോഹിപ്പിച്ചൊരു ജാതിമായ ബാലന്മാരെ മോഹനഗാത്രി തന്നെ കൊണ്ടുപോരുകയേയുള്ളൂ. സോദരീ വചനങ്ങൾ ഇങ്ങനെ കേട്ട നേരം സോദരവാക്യങ്ങൾ ആശ്വസിപ്പിച്ചു തോർണം തന്നിട മണിയറ തന്നിലങ്ങകം ബുക്കാൻ വന്നതില്ലേതും നിദ്ര ചിന്തയുണ്ടാകമൂലം. എത്രയും ചിത്രം ഓർത്തോളമിതം ഒരു മർത്തിനാൽ 3.75 നാഴിക നേരം കൊണ്ട് ശക്തനം നക്തഞ്ചരപ്രവരൻ ഖരന്താനും യുദ്ധവൈദഗ്ധ്യമേറും സോദരരും പത്തികൾ 14,000 മുടിഞ്ഞുപോൽ. വ്യക്തം മാനുഷനല്ല രാമനെന്നും നൂനം ഭക്തവത്സലനായ ഭഗവാൻ പത്മേക്ഷണൻ. മുക്തിദാനൈകമൂർത്തി മുകുന്ദൻ മുക്തിപ്രിയൻ ധാതാവ് മുന്നം പ്രാർത്ഥിച്ചൊരു കാരണമിന്ന് കൂതലെ രഘുകുലെ മറ്റിനായി പിറന്നിപ്പോൾ. എന്നെ കൊല്ലുവാനൊരുമ്പെട്ട് വന്നാലെങ്കിലോ ചെന്ന് വൈകുണ്ഠരാജ്യം പരിപാലിക്കാമല്ലോ. അല്ലെങ്കിലെന്നും വാഴാം രാക്ഷസരാജ്യമെന്നാൽ അല്ലലില്ലൊന്നുകൊണ്ടും മനസ്സിൽ ജിരൂപിച്ചാൽ കല്യാണപ്രദനായ രാമനോടേൽക്കുന്നതിന് എല്ലാ ജാതിയും മടിക്കേണ്ട ഞാനൊന്നുകൊണ്ടും. യുദ്ധമാത്മനെ ചിന്തിച്ചുറച്ചു രക്ഷോനാഥൻ തത്വജ്ഞാനത്തോടുകൂടെ അത്യാനന്ദം പൂണ്ടാൻ. സാക്ഷാൽ ശ്രീനാരായണൻ രാമനെന്നറിഞ്ഞത് രാക്ഷസപ്രവരണം പൂർവവൃത്താന്തമോർത്താൻ. വിദ്വേഷബുദ്ധ്യാ രാമൻ തന്നെ പ്രാപിക്കുകയുള്ളൂ, ഭക്തി കൊണ്ടെന്നിൽ പ്രസാദിക്കയില്ലഖിലേശൻ.